Welcome to Blessing Today. ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് സ്വാഗതം. Thank you so much for watching these episodes every day faithfully. ഓരോ ദിവസവും വിശ്വസ്തയോടെ ഈ എപ്പിസോഡുകൾ കാണുന്നതിന് പ്രത്യേകമായ നന്ദി. I have collected a few comments from different people. ചില ആളുകൾ എഴുതിയിട്ടുള്ള ചില കമൻസ് ഒക്കെ ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. This is from Rosemary George. ഇത് റോസ്മേരി ജോർജിൽ നിന്നാണ്. She writes, I am so thankful to you for all your teachings. അവരെഴുതിയിരിക്കുന്ന നിങ്ങളുടെ എല്ലാ ഇത്തരത്തിലുള്ള ഉപദേശങ്ങൾക്കും പഠിപ്പിക്കലുകൾക്കും ഞാൻ നന്ദി പറയുന്നു. They have blessed and inspired and encouraged me during this 1 year, especially during the COVID season. ഈ കഴിഞ്ഞ ഒരു വർഷമായിട്ട് നിങ്ങൾ നൽകിയിട്ടുള്ള ഓരോ ക്ലാസ്സുകളും, പ്രത്യേകിച്ച് ഈ കോവിഡ് സീസണിൽ നൽകിയ ക്ലാസ്സുകളിൽ എനിക്ക് വളരെയധികം പ്രബോധനങ്ങളും ആശ്വാസവും ഒക്കെ ലഭിച്ചിട്ടുണ്ട്. Especially as I was not going out and had depression, it made me too close to Jesus and was touched by your family, so dedicated and prayerful, which motivated me. അത് മാത്രമല്ല, ഈ ഒരു കോവിഡ് സീസണിൽ അധികം പുറത്തിറങ്ങാൻ സാധിക്കാതെയൊക്കെ ഇരുന്നത് കൊണ്ട് തന്നെ വളരെ നിരാശയിലൂടെയൊക്കെ കടന്നു പോകുന്ന സമയത്ത് ഈ ഒരു സന്ദേശം എന്നെയും അതുപോലെ എൻ്റെ കുടുംബത്തെയും വളരെ ശക്തമായിട്ട് സ്പർശിച്ചു. Thank you so much, Rosemary George Auntie, for that wonderful comment. റോസ്മേരി ജോർജ് ആൻറ്റിയോട് പ്രത്യേകമായിട്ടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുകയാണ്. One more is there. This is from Premaja K. അടുത്ത ഒരു കമൻറ്റ് ഞാൻ വായിക്കാൻ പോകുന്നത് പ്രേമജിയിൽ നിന്നാണ്. Thank you, Father in heaven, for giving me the loving, intimate name Abba Father. അവർ ആദ്യമേ ദൈവത്തിന് ആബ ഫാദർ എന്ന് പറയുന്ന ഏറ്റവും അടുപ്പമുള്ള നാമം നൽകിയതിനായി ദൈവത്തിന് നന്ദി പറയുന്നു. Now I can talk to you by closing the doors of my heart. അതുമാത്രമല്ല, ഇന്ന് എൻ്റെ ഹൃദയത്തിൻ്റെ വാതിലുകൾ തുറന്നുകൊണ്ട് നിന്നോട് സംസാരിക്കാൻ സാധിക്കുന്നു. I can silently speak to you my worries, my joy, every little happiness, thanking you and praising you, singing to you and loving you in an intimate way. അതുമാത്രമല്ല, എൻ്റെ എല്ലാ ആകുലതകളും എൻ്റെ എല്ലാ കൊച്ചു സന്തോഷങ്ങളും എല്ലാം തുറന്ന് അങ്ങയോട് പറയുവാനായിട്ട് ഇന്ന് എനിക്ക് സാധിക്കുന്നുണ്ട്. Thank you so much, Sister Premaja, for that lovely comment. These comments are really encouraging us too. പ്രേമജ സിസ്റ്ററിനോട് പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. ഈ കമൻറ്റ് അത് ശരിക്കും ബ്രദർ ഡാമിനെ എൻകറേജ് ചെയ്തിട്ടുണ്ട്. All right, let us pray for the sponsors. ഇന്നത്തെ നമ്മുടെ സ്പോൺസർക്ക് വേണ്ടിയിട്ട് നമുക്കിന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കും. ആദ്യത്തെ നമ്മുടെ സ്പോൺസർ മധ്യപ്രദേശിൽ നിന്ന് അദ്വിക് പി ജോയൽ ആണ്. Wonderful. Thank you so much. Today is 4th birthday. Oh, many happy returns of the day. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ദിനത്തിൽ അനുഗ്രഹിക്കുന്നു. വ്യക്തതയോടെ സംസാരിക്കാനുള്ള കൃപയുണ്ടാകുവാൻ, പിതാവിൻ്റെ സഹോദരൻ നോയലിൻ്റെ മൂക്കിലെ പോളിപ്സും അതുപോലെ തന്നെ കർത്താവെ തൈറോയിഡും മാറുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നോയലിൻ്റെ ദൈവഹിതപ്രകാരമുള്ള വിവാഹം നടക്കുവാൻ അങ്ങ് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത് നമ്മുടെ തിരുവല്ലയിൽ നിന്ന് ഒരു വെൽവിഷറാണ് നമ്മുടെ സ്പോൺസർ. ഇന്ന് അവരുടെ മകളുടെ ജന്മദിനമാണ്. Happy birthday. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ആ മകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവൾക്ക് കുഞ്ഞുങ്ങളില്ലല്ലോ കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് അത്ഭുതകരമായ വിടുതൽ ഈ 2021 അവളുടെ ജീവിതത്തിൽ നടക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. താങ്ക് യു ലോർഡ്. അടുത്തത് കൊല്ലം ബ്ലെസ്സിംഗ് സെന്ററിൽ നിന്ന് ബിന്ദു ആണ് അടുത്ത നമ്മുടെ സ്പോൺസർ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ജോലിയിൽ അനുഗ്രഹിക്കപ്പെട്ടതിൻ്റെ നന്ദി സൂചകമായിട്ടാണല്ലോ ഇത് സമർപ്പിച്ചിരിക്കുന്നത്. ഇൻഷുറൻസ് വർക്കിൽ ടാർഗറ്റ് നേടിയെടുക്കാനുള്ള കൃപയുണ്ടാകേണ്ടതിനായി ഭർത്താവ് ശിവപ്രസാദിൻ്റെ മദ്യപാനം മാറേണ്ടതിന് വേണ്ടി കൂടെ ഞങ്ങളിപ്പോൾ ചേർന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു കർത്താവെ. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. Amen. Amen. Thank you so much all sponsors for partnering with this ministry. ഈ ഒരു മിനിസ്ട്രിയോട് കൂടെ പങ്കാളിയായി തീർന്നതിന് എല്ലാ സ്പോൺസേഴ്സിനോടുള്ള പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. And I encourage you also to be a partner or a sponsor of Blessing Today. The details are shown on the screen or just go to our website. അത് മാത്രമല്ല, ഇതിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇതിൻ്റെ പങ്കാളികളായി തീരാൻ സാധിക്കും. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കും. Now let us go to the praise and worship segment. അടുത്തത് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രൈസ് ആൻഡ് വർഷിപ്പ് സെഗ്മെന്റിലേക്ക് പോകാം. ഹല്ലേലൂയ. ഇന്ന് ദൈവത്തെ പിതാവേ അബ്ബ എന്ന് വിളിക്കാനുള്ള പുത്രത്വത്തിന്റെ ആത്മാവിനെ ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് ചേർന്ന് അബ്ബ പിതാവേ എൻ്റെ അപ്പ എന്നൊക്കെ നമുക്കൊന്ന് വിളിക്കാനുള്ളൊരു സമയമാണ്.
ആ പിതാവിനെ നോക്കി, ആ പിതാവിന്റെ സ്നേഹത്തെ ഓർത്ത് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടാം. എൻ്റെ അപ്പ ആയ യേശു എല്ലാം എനിക്കെല്ലാം നൽകുന്നവൻ. എൻ്റെ എല്ലാമായ അപ്പായുണ്ട് എനിക്ക് സ്വർഗീയ താതൻ. എന്നെ നന്നായി അറിയുന്ന അപ്പായുണ്ട് എനിക്ക് വാത്സല്യതാതൻ. എൻ്റെ എല്ലാമായ അപ്പായുണ്ട് എനിക്ക് സ്വർഗീയതാതൻ. എന്നെ നന്നായി അറിയുന്ന അപ്പായുണ്ട് എനിക്ക് വാത്സല്യതാതൻ. ഓ അമ്മയെപ്പോലെ എന്നെ മാറോട് ചേർക്കുന്ന പൊന്നേശുതാതൻ. ഓ അൻപേറും കൈകളാൽ കണ്ണീർ തുടയ്ക്കുന്ന കാരുണ്യതാതൻ. അപ്പായുള്ള വീട്ടിൽ സന്തോഷമുണ്ട്, ആനന്ദത്തിൻ പരിപൂർണ്ണത. ഓ യേശു അപ്പായുള്ള വീട്ടിൽ സന്തോഷമുണ്ട്, ഓ ആനന്ദത്തിൻ പരിപൂർണ്ണതയുണ്ട്. ഓ എന്നും ആത്മാവിലുയരുന്ന ആരാധനയുണ്ട്, ആശ്വാസഗീതമുണ്ട്. ആത്മാവിലുയരുന്ന ആരാധനയുണ്ട്, ആശ്വാസഗീതമുണ്ട്. എന്നും ഉല്ലാസഘോഷമുണ്ട്. അപ്പായുള്ള വീട്ടിൽ സന്തോഷമുണ്ട്, ഓ ആനന്ദത്തിൻ യേശു അപ്പായുള്ള വീട്ടിൽ സന്തോഷമുണ്ട്. എന്നും ആനന്ദത്തിൽ പരിപൂർണതയുണ്ട്. എന്നും ആത്മാവിലുയരുന്ന ആരാധനയുണ്ട്, ആശ്വാസഗീതമുണ്ട്. ഓ ആത്മാവിലുയരുന്ന ആരാധനയും ഓ ആശ്വാസഗീതമുണ്ട്. എന്നും ഉല്ലാസഘോഷമുണ്ട്. നീ എന്റെ അപ്പയാകുന്നു, ഓ നീ എന്റെ അപ്പയാകുന്നു. 700 കോടി ജനം ഉലകിലുണ്ട്, അതിലേറെ ദൂതഗണം ഉയരെയുണ്ട്. 700 കോടി ജനം ഉലകിലുണ്ട്, അതിലേറെ ദൂതഗണം ഉയരെയുണ്ട്. എന്നാലും മേഴ ഞാൻ വിതുമ്പുന്ന നേരത്ത് കാതോർത്ത് കേൾക്കുന്നോനേ. അപ്പാന്ന് കരയുമ്പോൾ അൻപോടെ ഓടി വന്ന് മോനേന്ന് വിളിക്കുന്നോനേ. എന്നെ മോനേന്ന് വിളിക്കുന്നോനേ. അപ്പായുള്ള വീട്ടിൽ സന്തോഷത്തോടെ ചേർന്നത് പാടി. യേശു അപ്പ എന്റെ കൂടെയുണ്ട്, പൂർണ്ണതയുണ്ട്. യേശു അപ്പായുള്ള വീട്ടിൽ സന്തോഷമുണ്ട്. എന്നും ആനന്ദത്തിൻ പരിപൂർണ്ണത. ആത്മാവിലുയരുന്ന ആരാധനയുണ്ട്, ആശ്വാസഗീതമുണ്ട്. ഓ ആത്മാവിലുയരുന്ന ആരാധനയുണ്ട്, ആശ്വാസഗീതമുണ്ട്. എന്നും ഉല്ലാസഘോഷമുണ്ട്. സന്തോഷത്താൽ എന്റെ കുടുംബത്തെ നിറയ്ക്കണമേ. സന്തോഷത്താൽ ആനന്ദത്താൽ എന്നെ നിറയ്ക്കണമേ. എന്നും ഉല്ലാസഘോഷമുണ്ട്. Last week we started expanding every letter in the name in the word Father, Father. കഴിഞ്ഞ ആഴ്ചയിൽ സ്വർഗീയ പിതാവ് എന്ന കാര്യത്തിൽ
ഫാദർ എന്നതിൻ്റെ ഓരോ അക്ഷരങ്ങളും എടുത്ത് വിശദമായിട്ട് നമ്മൾ പഠിക്കുകയായിരുന്നു. Today we are going to look into the last letter R. എന്നാൽ ഇന്ന് അതിൻ്റെ അവസാനത്തെ അക്ഷരം ആർ എന്ന അക്ഷരമാണ് R നോക്കാം. means rebuke. ആർ എന്നതിൻ്റെ അർത്ഥം റെബ്യൂക്ക് അഥവാ ശാസന. Don't be afraid, I will explain. ആരും തന്നെ ഭയപ്പെടേണ്ട ആവശ്യമില്ല, ഞാൻ അതിനെക്കുറിച്ച് Let us വിശദീകരിക്കാം. read Proverbs chapter 3 verse number 11 and 12. സദൃശവാക്യങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 11 12 വചനഭാഗങ്ങൾ. My son, do not despise the Lord's discipline and do not resent his rebuke, because the Lord disciplines those he loves. As a father, the son he delights in. മകനെ, യഹോവയുടെ ശിക്ഷയെ നിരസിക്കരുത്, അവൻ്റെ ശാസനയെങ്കിൽ മുഷിക്കുകയും അരുത്. Yes. അപ്പൻ ഇഷ്ടപുത്രനോട് ചെയ്യുന്നത് പോലെ യഹോവ താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു. The verse is very clear. ഈ വചനം വളരെ വ്യക്തമാണ്. The Lord will rebuke, he will discipline his children. ദൈവം നമ്മളെ ശാസിക്കും, അതുപോലെ തന്നെ നമ്മെ ശിക്ഷിക്കുകയും ചെയ്യുന്നു. Rebuking is a part of disciplining. ഓർക്കുക, ശിക്ഷണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ശാസന എന്ന് പറയുന്നത് ശിക്ഷണത്തിൻ്റെ ഒരു ഭാഗമാണ്. And disciplining is not punishing. അപ്പോൾ തന്നെ ഓർക്കുക, ശിക്ഷണം എന്ന് പറയുന്നത് ഒരിക്കലും ശിക്ഷയല്ല. Punishment is sometimes a cold-hearted way of giving a penalty for a crime or a sin. ശിക്ഷ എന്ന് പറയുന്നത് ഒരു വ്യക്തി ചെയ്തിട്ടുള്ള കുറ്റത്തിനോ അല്ലെങ്കിൽ കുറ്റകൃത്യത്തിനോ ഉള്ള ഏറ്റവും കഠിനമായിട്ടുള്ള ഒരു ശിക്ഷയാണ്. The attitude behind discipline is that of love. എന്നാൽ ശിക്ഷണത്തിന്റെ പിറകിലുള്ള മനോഭാവം എന്ന് പറയുന്നത് സ്നേഹമാണ്. But the attitude behind punishment is that of justice and anger. എന്നാൽ ഒരു ശിക്ഷയുടെ പിന്നിലുള്ള മനോഭാവം എന്ന് പറയുന്നത് നീതിയും അതുപോലെ തന്നെ ദേഷ്യവുമാണ്. Sometimes teachers in schools, they punish children if they make mistakes. ചില സമയത്ത് സ്കൂളിൽ അധ്യാപകർ കുഞ്ഞുങ്ങളെ ശിക്ഷിക്കാറുണ്ട്. And the court will punish the criminals. അത് മാത്രമല്ല, കോടതി കുറ്റവാളികളെ ശിക്ഷിക്കുന്നു. But a father never punishes, he disciplines. എന്നാൽ ഒരു പിതാവ് ഒരിക്കലും ശിക്ഷിക്കുന്നില്ല, പകരം ശിക്ഷണം നൽകുന്നതേ ഉള്ളൂ. So the Lord's discipline is a response of his love for us. അതുകൊണ്ട് ദൈവത്തിന്റെ ഈ ശിക്ഷണം എന്ന് പറയുന്നത് അവന്റെ സ്നേഹത്തിന്റെ പ്രതിഫലനമാണ്. Revelation chapter 3 and verse number 19. അത് ഇനി അടുത്ത വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വചനത്തിലേക്ക് വന്നാലും, Those whom I love, I rebuke and discipline. So be earnest and repent. എനിക്ക് പ്രിയമുള്ളവരെ ഒക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്കുക, മനസാന്തരപ്പെടുക. The Lord is revealing his heart for us. ദൈവം തന്റെ ഹൃദയം നമുക്ക് വേണ്ടി വെളിപ്പെടുത്തുകയാണ്. Because he loves us, he will rebuke us and he will discipline us. അവൻ നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ട് അവൻ നമ്മെ ശാസിക്കുന്നു, നമ്മെ ശിക്ഷിക്കുകയും So he ചെയ്യും. says, be earnest and repent. അതുകൊണ്ട് അവിടെ പറയുകയാണ്, ജാഗ്രതയുള്ളവനായിരിക്കുക, മനസാന്തരപ്പെടുക. Coming to Hebrews chapter number 12. ഇനി ഇപ്പോൾ നമുക്ക് എബ്രായ ലേഖനത്തിലേക്ക് വരാം. 12-ാം അധ്യായത്തിലേക്ക് വന്നാൽ We will start from verse number 5. അതിന്റെ 5-ാമത്തെ വചനത്തിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. This is an amazing scripture portion. ഇതൊരു വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു വേദവചന ഭാഗമാണ്. And you have forgotten what word of encouragement that addresses you as sons. My son, do not make light of the Lord's discipline and do not lose heart when he rebukes you. അവിടെ പറഞ്ഞിരിക്കുന്നത്, മകനെ, കർത്താവിന്റെ ശിക്ഷ നിരസിക്കരുത്, അവൻ ശാസിക്കുമ്പോൾ മുഷികയും അരുത്. Verse number 6, because the Lord disciplines those he loves and he punishes everyone he accepts as a son. 6-ാമത്തെ വചനം, കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു എന്നിങ്ങനെ മക്കളോട് എന്ന പോലെ നിങ്ങളോട് സമ്പാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞു. Actually there we come across the word punishes, but I believe that is not the right translation. It is discipline. ഇവിടെ 5-ാമത്തെ വചനത്തിൽ ഒക്കെ കാണുന്ന ശിക്ഷ എന്ന് പറയുന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ അത് ശരിയായിട്ടുള്ള വാക്കല്ല, ശിക്ഷണം എന്ന് പറയുന്ന വാക്കാണ് അവിടെ വേണ്ടത്. We are reading on verse number 7. Endure hardship as discipline. God is treating you as sons. For what son is not disciplined by his father? 7-ാമത്തെ വചനം, നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ
ദൈവം മക്കളോടെന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു. So, did you notice one thing? Endure hardship as discipline. That means the difficult situations or the hardships that we go through in our life is a part of discipline. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുന്ന ചില കഷ്ടാനുഭവങ്ങൾ, ചില പ്രയാസങ്ങൾ അവിടെ കാണുന്നുണ്ട്. അത് ബാലശിക്ഷ സഹിച്ചാൽ എന്നാണ് അവിടെ കാണുന്നത്. അത് നമ്മുടെ ജീവിതത്തിൽ സഹനത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന കാര്യമാണ് ഇത്തരം ശിക്ഷണം എന്നുള്ളത്. Yes. Coming to verse number 8. If you are not disciplined, within brackets, and everyone undergoes discipline, then you are illegitimate children and not true sons. എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ മക്കളല്ല, കൗലടയന്മാരത്രേ. That means if you are not receiving any discipline from God the Father, you are not a legitimate child of God. You are counted illegitimate. അതിൻ്റെ അർത്ഥം ഇതാണ്, നിങ്ങൾ ബാലശിക്ഷണം, നിങ്ങൾക്ക് ശിക്ഷണത്തിലൂടെ നിങ്ങൾ വളർത്തപ്പെടാതിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയുടെ മക്കളല്ല, മറിച്ച് നിങ്ങൾ മറ്റാരുടെയോ ഒരു മകനാണ്. 9. Moreover, we have all had human fathers who disciplined us, and we respected them for it. How much more should we submit to the Father of our spirits and live? 9-ാമത്തെ വചനം. നമ്മുടെ ജഡസംബന്ധമായ പിതാക്കന്മാർ നമ്മെ ശിക്ഷിച്ചപ്പോൾ നാം അവരെ വണങ്ങിപ്പോന്നുവല്ലോ. ആത്മാക്കളുടെ പിതാവിന് ഏറ്റവും അധികമായി കീഴടങ്ങി ജീവിക്കേണ്ടതല്ലയോ? Number 10. Our fathers disciplined us for a little while as they thought best, but God disciplines us for our good, that we may share in His holiness. അവർ ശിക്ഷിച്ചത് കുറെ കാലവും തങ്ങൾക്ക് ബോധിച്ച പ്രകാരവും അത്രേ. അവനോ നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നത്. And one more verse, verse number 11. No discipline seems pleasant at the time, but painful. Later on, however, it produces a harvest of righteousness and peace for those who have been trained by it. ഏത് ശിക്ഷണവും തൽക്കാലം സന്തോഷകരമല്ല, ദുഃഖകരമത്രേ എന്ന് തോന്നും. പിന്നത്തേതിലോ അതിനാൽ അഭ്യാസം വന്നവർക്ക് നീതി എന്ന സമാധാന ഫലം ലഭിക്കും. I still remember when I first came to the Lord, I started living in faith, and slowly sometimes I started receiving rebuking from God. ഞാൻ ആദ്യമായിട്ട് കർത്താവിലേക്ക് വന്ന കാര്യം ഞാൻ ഓർക്കുന്നു. ഞാൻ കർത്താവിൽ മെല്ലെ മെല്ലെ വളരുവാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ മെല്ലെ മെല്ലെ കർത്താവിൽ നിന്നുള്ള ശിക്ഷണം എനിക്ക് ശാസനം ലഭിക്കുവാൻ. First I was really embarrassed. ആദ്യം കാലത്ത് എനിക്കത് വല്ലാത്ത വേദനയായിരുന്നു. Then I read this scripture portion in Hebrews chapter number 12. എന്നാൽ പിന്നീടാണ് എബ്രായ ലേഖനം 12-ാം അധ്യായത്തിലെ ഈ വേദവചനങ്ങളൊക്കെ ഞാൻ വായിക്കാൻ തുടങ്ങിയത്. And I was greatly comforted. അത് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയ സമാധാനം. Why? Because God has seen me as his own son. കാരണം ദൈവം എന്നെ അവന്റെ സ്വന്തം മകനായിട്ട് So കണ്ടിരിക്കുകയാണല്ലോ. if he disciplines me, if he is rebuking me, I am counted as his own legitimate child. അവനെ ശാസിക്കുന്നു, അതുപോലെ എന്നെ ശിക്ഷണം നടത്തുന്നു. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ അവന്റെ നിയമപ്രകാരമുള്ള സന്തതിയാണ്, ജാരസന്തതിയല്ല. And I learned 8 lessons from this passage. അത് മാത്രമല്ല, ഞാൻ ഈ ഭാഗത്ത് നിന്ന് 8 പാഠങ്ങൾ പഠിച്ചു. Number 1, if you don't mind, you can write this down. നിങ്ങൾക്ക് പ്രശ്നമില്ലെങ്കിൽ ദയവായി എഴുതിയെടുക്കുക. Number 1, hardship is a part of discipline. ഒന്നാമത്തെ കാര്യം എന്നുള്ളത് ജീവിതത്തിലെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ, അത് നമ്മുടെ ശിക്ഷണത്തിന്റെ ഒരു ഭാഗമാണ്. Number 2, when we are disciplined, God is treating us as his sons and daughters. രണ്ടാമത്തെ കാര്യം എന്നുള്ളത്, നാം ഇത്തരത്തിൽ ശിക്ഷണത്തിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം നമ്മെ തന്റെ മകനും മകളും ആക്കി അംഗീകരിച്ചിരിക്കുകയാണ്. And number 3, if we are not disciplined, we are not true sons or true daughters. മൂന്നാമത്തെ കാര്യം എന്നുള്ളത്, നമ്മൾ സത്യത്തിൽ നല്ല ശിക്ഷണത്തിലൂടെ പോകുന്നില്ല എങ്കിൽ നാം അവന്റെ യഥാർത്ഥ പെൺകുട്ടിയും അല്ലെങ്കിൽ മകളും മകനുമാകുന്നില്ല. Number 4, when we are disciplined by the Lord, we should submit to him
with all respect. നാലാമത്തെ കാര്യം എന്നുള്ളത് ദൈവം നമ്മെ ഇത്തരത്തിൽ ശിക്ഷണം നടത്തുമ്പോൾ നാം അവന്റെ സന്നിധിയിൽ ബഹുമാനത്തോടു കൂടി ആയിരിക്കണം. Because even when we were disciplined by the human fathers, we showed all respect. കാരണം നമ്മുടെ ഭൂമിയിലുള്ള പിതാക്കന്മാർ നമ്മളെ ശിക്ഷണം നടത്തുമ്പോൾ നാം എല്ലാം ബഹുമാനത്തോടെയാണ് അതനുസരിക്കുന്നത്. How much more should we show respect to the Father of our spirits? അങ്ങനെയെങ്കിൽ അതിനേക്കാൾ ഒക്കെ എത്ര അധികമായിട്ട് നമ്മുടെ സ്വർഗീയ പിതാവിനെ നാം മാനിക്കേണ്ടതായിട്ട്. Number 5, God disciplines for our good. അഞ്ചാമത്തെ കാര്യം, ദൈവം നമ്മെ ശിക്ഷണം നടത്തുന്നത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. Because God has a great purpose behind it. കാരണം ദൈവത്തിന് അതിന്റെ പിന്നിൽ വലിയ ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട്. That is number 6. The purpose of disciplining is sharing in God's holiness. ആറാമത്തെ കാര്യം എന്നുള്ളത് ദൈവത്തിന്റെ ശിക്ഷണത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അവന്റെ വിശുദ്ധി നമുക്ക് പങ്കുവെച്ച് തരാൻ വേണ്ടിയിട്ടാണ്. Number 7. Discipline is painful in the beginning. ഏഴാമത്തെ പോയിന്റ് ഇതാണ്, ശിക്ഷണം ആദ്യം അല്പം വേദനാജനകമായിരിക്കും. But number 8, once we are trained, it produces a harvest of righteousness. എന്നാൽ ഒരിക്കൽ നമുക്കതിൽ അഭ്യാസനം ലഭിച്ചു കഴിഞ്ഞാൽ നീതി എന്ന കൊയ്ത്ത് ഫലം നമുക്ക് പുറപ്പെടുവിക്കാൻ സാധിക്കും. I still remember when I was a young boy, small boy. ഒരു ചെറിയ കുട്ടിയായിരുന്നപ്പോൾ ഒരു കാര്യം, Sometimes I was very mischievous. ചില സമയത്ത് ഞാൻ വളരെ കുസൃതിയുള്ള കുട്ടിയായിരുന്നു. And I used to quarrel with my sisters. എൻ്റെ സഹോദരിമാരായിട്ട് ഞാൻ വഴക്കടിക്കും. So my mother would remember all these things. എന്നാൽ എൻ്റെ അമ്മ ഇതെല്ലാം ഓർത്ത് വെക്കും. When my father comes back from the work, she would report everything to my father. എന്നാൽ എപ്പോൾ എൻ്റെ പിതാവ് ജോലി സ്ഥലത്ത് നിന്ന് തിരിച്ച് വീട്ടിലെത്തുമ്പോൾ അന്നേരം എൻ്റെ അമ്മ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും. Then finally, when my father was fed up, he would ask me, kneel down. ഒടുവിൽ എൻ്റെ പിതാവ് എന്നോട് മുട്ടുകുത്തുവാൻ വേണ്ടി ആവശ്യപ്പെടും. And he would keep me on my knees for maybe half an hour or 45 minutes. ചില സമയത്ത് എന്നോട് അദ്ദേഹം മുട്ടുകുത്തി അരമണിക്കൂർ അല്ലെങ്കിൽ 45 മിനിറ്റ് ഒക്കെ നിൽക്കാനായിട്ട് Then he ആവശ്യപ്പെടും. would come with a stick അതിനുശേഷം ഒരു വടിയായിട്ട് വരും. and he would beat me. അതിനുശേഷം എന്നെ അടിക്കും. First comes rebuke. ആദ്യം ചെയ്യുന്ന ശാസനയാണ്. Then if I did so much wrong, he would beat me. എന്നാൽ ഒത്തിരി തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ല അടിയും കിട്ടും. But that was a part of my father's disciplining me. അതായിരുന്നു എൻ്റെ പിതാവ് എന്നെ ശിക്ഷണം But I നടത്തിയിരുന്നത്. never counterattacked. എന്നാൽ അതിനൊരിക്കലും ഞാൻ എതിരൊന്നും പറഞ്ഞിരുന്നില്ല. I submitted to him ഞാൻ അദ്ദേഹത്തിന് കീഴ്പ്പെട്ടിരുന്നു. because he was my father. കാരണം അദ്ദേഹം എൻ്റെ പിതാവാണ്. In the same way, when God disciplines us also, we have to be submitted to him and we have to respect him and honor him. അതുപോലെ തന്നെ സ്വർഗീയ പിതാവ് നമ്മുടെ ശിക്ഷണം നടത്തുന്ന പിതാവായിരിക്കുന്നുണ്ട്. അവൻ ശിക്ഷണം നടത്തുമ്പോൾ നാം അവനെ കീഴ്പ്പെട്ടിരിക്കണം, നാം അവനെ ബഹുമാനിക്കണം. And the result of the disciplining of father also we can collect from these verses. അത് മാത്രമല്ല ഈ വചനഭാഗങ്ങളിൽ നിന്ന് പിതാവിൻ്റെ ഈ ശിക്ഷണത്തിൽ നിന്നിലൂടെ ലഭിക്കുന്ന ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നതും ഞാൻ കൂട്ടി കളക്ട് ചെയ്തിട്ടുണ്ട്. Number 1 is repentance. ഒന്നാമത് ഉണ്ടാകുന്ന ഫലം മാനസാന്തരം. Number 2, our character will change. രണ്ടാമതായിട്ട് നമ്മുടെ സ്വഭാവത്തിന് മാറ്റമുണ്ടാകുന്നു. Then number 3, destruction of the yoke of sin over us. അത് മാത്രമല്ല പാപത്തിന്റെ നുകങ്ങൾ തകർന്നു പോകുന്നു. We will come to God's holiness. ദൈവത്തിന്റെ വിശുദ്ധിയിലേക്ക് നാം എത്തിച്ചേരുന്നു. Our faith will become stronger. നമ്മുടെ വിശ്വാസം വളരെ ശക്തിമത്തമാകുന്നു. Patience will develop in us. നമ്മളിൽ ദീർഘക്ഷമയുടെ സ്വഭാവ ഗുണം വികാസം പ്രാപിക്കുന്നു. And we'll have a renewed relationship with our Father. അത് മാത്രമല്ല സ്വർഗീയ പിതാവുമായിട്ട് പുതുക്കപ്പെട്ട ഒരു And ആത്മബന്ധത്തിലേക്ക്. finally, there will be a harvest of righteousness in our lives. അത് മാത്രമല്ല ഏറ്റവും ഒടുവിൽ സമാധാനത്തിന്റെ വിളവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. Hallelujah. ഹല്ലേലൂയ. Isn't that wonderful? ഇത് വളരെ മനോഹരമായിട്ടുള്ള ഒരു കാര്യമല്ലേ? So let's pray. Father, thank you for disciplining us. Thank you for rebuking us, Father. പിതാവേ, അങ്ങ് ഞങ്ങളെ ശിക്ഷണം നടത്തുന്നതിനായി, ഞങ്ങളെ ശാസിക്കുന്നതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. And help us, Father, to submit to you. അത് മാത്രമല്ല കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ എന്നും കീഴടക്കത്തോടെ ഇരിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. In Jesus' name. യേശുവിൻ നാമത്തിൽ. Amen. ആമേൻ. Let us listen to a testimony now. ഈ സമയത്ത് നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഒരു ടെസ്റ്റിമണി ഇപ്പോൾ കേൾക്കാനായിട്ട് സാധിക്കും. Praise the Lord, Pastor. I'm Suja from Bangalore. I have a testimony to tell that we wanted to sell a property from long time back, but it was difficult.
when we had sent a prayer request during your fasting prayer, and at that time Shema sister just declared that some properties God is putting a seal on it. So I felt a God's presence on that time, and to say the fact, it was a miracle that God did a great deliverance blessing during the month of December, and we got it sold, and God blessed us above our imagination. And we thank you, Pastor, for your great prayer. Thank you, Jesus. That is wonderful, wonderful. യെസ്, ഇത് അനുഗ്രഹിക്കപ്പെട്ട ഒരു Our സാക്ഷ്യമാണ്. God is a prayer answering God. നമ്മുടെ ദൈവം ഇതിനെല്ലാം മറുപടി നൽകുന്ന Right away we are going to pray. നമ്മൾ ഒരുമിച്ച് ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കാൻ Request all of you to stretch your hands towards the screen. ഈ സമയത്ത് എല്ലാ പ്രിയപ്പെട്ടവരും സ്ക്രീനിലേക്ക് നിങ്ങളുടെ കൈകൾ നീട്ടിയാൽ. Father, people are worried about so many problems in their lives. പിതാവേ, ഇപ്പോൾ ഒത്തിരി പ്രശ്നങ്ങളാൽ ജനങ്ങൾ വളരെ ആകുല ചിത്തരാണ്. You are the problem solver. എന്നാൽ അങ്ങ് പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുന്നവനാണല്ലോ. Father Lord, right now I pray that you may heal everyone who is sick. അത് മാത്രമല്ല കർത്താവേ, രോഗികളായിട്ടുള്ള ഓരോ വ്യക്തികൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. All the asthma problems be healed in Jesus' name. എല്ലാ തരത്തിലുള്ള ആസ്മയുടെ പ്രശ്നങ്ങൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. All the kidney problems be healed in Jesus' name. എല്ലാ കിഡ്നിയുടെ പ്രശ്നങ്ങൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. And blood cancer be healed in Jesus' name. ബ്ലഡ് ക്യാൻസറുകൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. All kinds of pain leave the bodies in Jesus' എല്ലാ name. തരത്തിലുള്ള വേദനകൾ ഇപ്പോൾ ശരീരത്തെ വിട്ട് മാറിപ്പോകട്ടെ. In the name of Jesus, I release that healing. കർത്താവേ, യേശുവിന്റെ നാമത്തിൽ എല്ലാ രോഗങ്ങളും ഇപ്പോൾ സൗഖ്യമാകട്ടെ. In Jesus' name we pray. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Amen. ആമേൻ. I have a good news for you. എനിക്ക് നിങ്ങളോടൊരു നല്ല കാര്യം പറയാനുണ്ട്. Some people have sponsored some prayer diaries for those who have no money to buy a prayer diary. ചില ആളുകൾ ജീവിതത്തിൽ ഇന്നുവരെയും ഒരു പണം കൊടുത്ത് ഒരു പ്രെയർ ഡയറി വാങ്ങുവാൻ സാധ്യമല്ലാത്ത അത്രയും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ട് പ്രെയർ ഡയറി നൽകുവാനായിട്ട് ചിലർ സ്പോൺസർഷിപ്പുമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. If you are such a person, just send your full address and your other detail, which language you want. We have English, Malayalam, Hindi, which language you want, to the mobile number that is shown on the screen. ഇത്തരത്തിൽ സാമ്പത്തികമായിട്ട് ഇത്തരത്തിൽ ഇതും ഒരെണ്ണം വാങ്ങുവാൻ കഴിവില്ല എന്ന് പറയുന്നവരുണ്ടെങ്കിൽ ദയവായി സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങളുടെ അഡ്രസ് മുഴുവനുമായി തന്നെ ദയവായി അയച്ചു നൽകിയാലും, അതുപോലെ ഏത് ഭാഷയിലാണ് വേണ്ടത് എന്നുള്ളതും ദയവായി മെൻഷൻ ചെയ്താൽ. Thank you so much for watching today's episode. ഇന്നത്തെ എപ്പിസോഡ് വീക്ഷിച്ചതിന് പ്രത്യേകമായി നന്ദി. God bless you all. See you tomorrow. Bye bye. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും നമുക്ക് നാളെ കാണാം. ബൈ ബൈ. 700 കോടി ജനം ഉലകിലുണ്ട്, അതിലേറെ ദൂതഗണം ഉയരെയുണ്ട്. 700 കോടി ജനം ഉലകിലുണ്ട്, അതിലേറെ ദൂതഗണം ഉയരെയുണ്ട്. എന്നാലും മേഴ ഞാൻ വിതുമ്പുന്ന നേരത്ത് കാതോർത്ത് കേൾക്കുന്നോനേ, അപ്പാന്ന് കരയുമ്പോൾ അൻപോടെ ഓടി വന്ന് മോനേന്ന് വിളിക്കുന്നോനേ, എന്നെ മോനേന്ന് വിളിക്കുന്നോനേ. അപ്പായുള്ള വീട്ടിൽ സന്തോഷത്തോടെ ചേർന്നത് പാടി. യേശു അപ്പ എന്റെ കൂടെയുണ്ട്, പൂർണ്ണതയുണ്ട്. യേശു അപ്പായുള്ള വീട്ടിൽ സന്തോഷമുണ്ട്, എന്നും ആനന്ദത്തിൻ പരിപൂർണ്ണ. ആത്മാവിൽ ഉയരുന്ന ആരാധനയുണ്ട്, ആശ്വാസഗീതമുണ്ട്. ഓ, ആത്മാവിൽ ഉയരുന്ന ആരാധനയുണ്ട്, ആശ്വാസഗീതമുണ്ട്, എന്നും ഉല്ലാസഘോഷമുണ്ട്. സന്തോഷത്താൽ എന്റെ കുടുംബത്തെ നിറയ്ക്കണമേ. സന്തോഷത്താൽ ആനന്ദത്താൽ എന്നെ നിറയ്ക്കണമേ. എന്നും ഉല്ലാസഘോഷം.